നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലായി സ്ക്രീൻഷോട്ടുകളായും അതിലെ വാക്കുകൾ കോപ്പി പേസ്റ്റ് ചെയ്തുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കറങ്ങി നടക്കുന്നുണ്ട്. അത് വൈറലാണെന്ന് പറയുവാൻ സാധിക്കില്ല, എന്നാലും ജിഹാദികൾ അത് കാര്യമായി ഉപയോഗിക്കുന്നുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ സൃഷ്ടാവ് പ്രിയൻ ആർ വിജയൻ എന്നൊരു ഹാൻഡിലാണ്. പ്രിയൻ ആർ വിജയൻ അടിസ്ഥാനപരമായിട്ടൊരു ജിഹാദി ഫേക്ക് ഹാൻഡിലാണ്, ജിഹാദികളുടെ ഫേക്ക് ഹാൻഡിലാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു രത്നച്ചുരുക്കം, ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് വിശദമായി വരാം, കാരണം അതാണ് നമ്മുടെ പ്രധാന വിഷയം. രത്നച്ചുരുക്കം: ഹിന്ദുക്കൾക്ക് ജിഹാദികൾക്കും തമ്മിലുള്ള വ്യത്യാസം. ആ ഹിന്ദുക്കളെ എന്തുകൊണ്ട് നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികൾ തഴഞ്ഞിട്ട് ജിഹാദികളുടെ പുറകെ ലവ് ജിഹാദിനായി പോകുന്നു, അതിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗം എന്താണ്? പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിയൻ ആർ വിജയൻ എന്ന ഹിന്ദുവാണ് എന്നുള്ള വ്യാജേനയാണ് ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഈ വ്യക്തി പോസ്റ്റ് ചെയ്തത്. അതിൻ്റെ ഓരോ പോയിൻ്റായിട്ട് 5 പോയിൻ്റുകളുണ്ട്. ആ 5 ഘടകങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കുകയും ചെയ്യാം. അതാണ് ഉദ്ദേശം. ഏറ്റവും അവസാനം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ നിങ്ങൾ അറിയിക്കുക. ഇതിന് അസഭ്യം പറയേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇത് കാലാകാലങ്ങളായി ജിഹാദികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുതകൾ തന്നെയാണ് അയാൾ അക്കമിട്ട് എഴുതിയിരിക്കുന്ന 5 അക്കങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. നേരെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോകാം. ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ തുടക്കം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലെ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസും അതിൽ പ്രയോഗങ്ങളും ഒന്ന് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുവാൻ അപേക്ഷ. ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ തുടക്കം: നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലവ് ജിഹാദ് ഒഴിവാക്കുവാനുള്ള പ്രധാന മാർഗങ്ങൾ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ സമൂഹത്തെ എന്നാണ് തുടങ്ങുന്നത്. അതായത് പ്രിയൻ ആർ വിജയൻ നായരല്ല, പ്രിയൻ ആർ വിജയൻ നമ്മുടെ കൂട്ടത്തിലൊരാളാണ് എന്നുള്ള രീതിയിലാണ് പോസ്റ്റ് തുടങ്ങുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഈ നമ്മുടെ എന്നുള്ള പ്രയോഗം മാറുന്നത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. ഇടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കാം. ആദ്യത്തെ പോയിൻ്റ്: നമ്മുടെ മക്കളെ ചെറുപ്പം മുതൽ തന്നെ മൂത്രമൊഴിച്ചാൽ സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയാക്കാൻ പരിശീലിപ്പിക്കുക. കാരണം വൃത്തി എന്നത് പെൺകുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കാലാകാലങ്ങളായി ജിഹാദികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു കാര്യമാണ്. ഹിന്ദു ക്രിസ്ത്യൻ പയ്യന്മാർ മൂത്രവിസർജനം കഴിഞ്ഞാൽ സ്വകാര്യ ഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കാറില്ല. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്കത് അറപ്പാണ് എന്നുള്ളത്. ഇതൊന്ന് പരിശോധിച്ചാൽ ഈ വൃത്തിയുടെ കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. വൃത്തിയുടെ കാര്യത്തിൽ ഈ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പൊതുവായിട്ടുള്ള ഒരു വൃത്തിയുണ്ടല്ലോ, ഹൈജീൻ. ഈ ഹൈജീൻ കാലാകാലങ്ങളായി, നൂറ്റാണ്ടുകളായി, അതിനു മുമ്പ് സഹസ്രാബ്ദങ്ങളായി പരിപാലിച്ചു വരുന്ന ശുചിത്വത്തെ ദൈവസമാനമായി കാണുന്നൊരു ധർമ്മമാണ് സനാതനധർമ്മം. ഇനി അത് പുരാണങ്ങളിലൊന്നും വിശ്വസിച്ചില്ലെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ശുചിത്വം എല്ലാ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വളർത്തുന്നതാണ്. മൂത്രമൊഴിച്ചാൽ കഴുകാറുണ്ടോ? കുളിക്കുന്ന സമയത്ത് അത് കഴുകിപ്പോകും എന്നുള്ളത് കൊണ്ട് കൃത്യമായിട്ട് ഓരോ തവണയും അത് കഴിയുമ്പോൾ ലൈംഗിക അവയവം അല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ ഉപയോഗിക്കുന്ന അവയവം വൃത്തിയാക്കാറില്ലായിരിക്കും. പക്ഷേ 2 നേരമുള്ള കുളി എന്നുള്ളൊരു ശീലം കൃത്യമായി പഠിപ്പിച്ച് അത് ശീലിപ്പിച്ച് അത് പാലിച്ച് വളരുന്നൊരു സമൂഹമാണ്. എക്സെപ്ഷൻസ് ഉണ്ടാകും, അതിൽ അങ്ങനെ ചെയ്യാത്തവരുണ്ടാകും, പക്ഷേ ഭൂരിപക്ഷം പേരും അങ്ങനെയാണ്. ഇനി മറുവശത്ത് ഈ ജിഹാദികളുടെ അവകാശവാദമുണ്ടല്ലോ, ഈ മൂത്രമൊഴിച്ചാൽ കഴുകുമെന്നുള്ളത്. അവരുടെ ചരിത്രമൊന്ന് പരിശോധിച്ചാൽ മണലാരണ്യത്തിലുണ്ടായൊരു മതമാണ്. അടിസ്ഥാനപരമായിട്ട് അതിൽ ശുചിത്വം പറയുന്നത് മൂത്രമൊഴിക്കുമ്പോൾ ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ വിസർജനം കഴിഞ്ഞ് നിങ്ങൾക്ക് ശുചിത്വത്തിന് വേണ്ടി വെള്ളം കിട്ടിയില്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ ഉണങ്ങിയ കാഷ്ടമെടുത്ത് ഉരച്ചാൽ മതി. അത് ശരീരഭാഗത്തല്ല, തമ്മിലുരച്ചാൽ മതി, കയ്യിലുരച്ചാൽ മതി, വൃത്തിയായിക്കൊള്ളും എന്നുള്ളൊരു ശുചിത്വ ബോധമാണ് ആ മതം അവരെ പഠിപ്പിച്ച് വളർത്തുന്നത്. ഇപ്പോഴുള്ള ആധുനിക കാലത്തേക്ക് വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇനി ചരിത്രമോ അല്ലെങ്കിൽ അതിൻ്റെ പുരാണങ്ങളോ കഥകളോ വേണ്ടെങ്കിൽ ആധുനിക കാലത്തേക്ക് വരാം. മറ്റൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട. ഈ പള്ളിയിൽ പോയി വുളുവെടുക്കുക എന്നുള്ളൊരു കലാപരിപാടിയുണ്ട്. പൊതുവായിട്ടുള്ളൊരു ജലസംഭരണിയിൽ കൈയും കാലും വായും മറ്റ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ, ഇത് വൃത്തിയാക്കേണ്ട പല ഭാഗങ്ങളുണ്ട്. നവദ്വാരങ്ങളും വൃത്തിയാക്കണമെന്നൊക്കെയാണ് പലരും പണ്ഡിതന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതെല്ലാം ഒരേ ജലസംഭരണിയിൽ തന്നെയാണ് വൃത്തിയാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാ കഴുകുന്നത്. ഇതാണ് വൃത്തിയുടെ ഒരു ഏകദേശ രൂപം ജിഹാദികളെ സംബന്ധിച്ചുള്ളത്. ഇനി മറ്റൊരു വസ്തുത, ഈ കഴിഞ്ഞ ഇടയ്ക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. നമ്മുടെ പൈതൃകം, സംസ്കാരം, ടേബിൾ മാനേഴ്സിനെ കുറിച്ച്. എച്ചിൽ കൈകൊണ്ട് പാത്രത്തിൽ നിന്ന് തവി കൊണ്ട് കരണ്ടി കൊണ്ട് കറിയോ മറ്റൊന്നും വിളമ്പരുത്. അങ്ങനെ വിളമ്പിയാൽ കയ്യിലൊരു അടി കിട്ടുമായിരുന്നു, ചെറിയൊരു അടി കിട്ടുമായിരുന്നു. ചെറുപ്പം മുതലേ അങ്ങനെ ശീലിപ്പിച്ച് വളർത്തുമായിരുന്നു. ഇനി ജിഹാദികളുടെ ഇടയിലേക്ക് വന്നാൽ പെരുന്നാളിനൊക്കെ പ്രത്യേകിച്ച് വലിയൊരു ചെമ്പ്
മുമ്പിൽ ബിരിയാണി വെച്ച് അതിന് ചുറ്റും വട്ടം കൂടിയിരുന്ന് ഇരു കൈകളും, ശ്രദ്ധിക്കുക, ഇരു കൈകളും അകത്തേക്കിട്ട് വാരിക്കുഴച്ച് ഭക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പാത്രത്തിലേക്ക് എടുത്ത് വിളമ്പി ഇരു കൈകളിൽ, ഒരു കൈയിൽ പപ്പടം കാണും, ഒരു കൈ കൊണ്ട് ഉണ്ടുകൊണ്ടിരിക്കും. ഇടത്തെ കൈ കൊണ്ട് അന്നം തുടരുത് എന്നുള്ളൊരു ശീലം പഠിപ്പിച്ച് വളർത്തിയ സമൂഹത്തോടാണ് വൃത്തിയില്ല എന്നിവർ പറഞ്ഞു നടക്കുന്നത്. ആദ്യത്തെ ഒരു വാദത്തിനുള്ള മറുപടി മാത്രമാണ് ഇത്രയും പറഞ്ഞത്. ഇതുകൊണ്ട് തന്നെ ഒന്ന് ഊഹിക്കുക, ആർക്കാണ് വൃത്തിയുള്ളത്, ആർക്കാണ് വൃത്തിയില്ലാത്തത്. പിന്നെ പുറമേ കാണുന്ന രീതി, അത് ചിലപ്പോൾ ഈ ഗൾഫ് പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ മലദ്വാർ ഗോൾഡോ ഒക്കെ കടത്തിയിട്ടുള്ള വില കൂടിയ വസ്ത്രങ്ങളും സുഗന്ധദ്രവ്യങ്ങളും പൂശി നടക്കുമ്പോൾ പെട്ടെന്നുള്ള ഒരു പുറമേയുള്ളൊരു ആകർഷണീയത വന്നു കാണും ഇവർക്ക്. പക്ഷേ യൂറിനറി ഇൻഫെക്ഷനുമായി വൈദ്യന്മാരെയും ഡോക്ടർമാരെയും സമീപിക്കുന്നവരിൽ ഏത് മതക്കാരാണ് കൂടുതൽ എന്നുള്ളത് ഒന്ന് അന്വേഷിക്കുക. ത്വക്ക് രോഗങ്ങളുമായി ഇവരെ സമീപിക്കുന്നവർ, ഉള്ളിലുള്ള ത്വക്ക് രോഗങ്ങൾ, മാരകമായ രീതിയിൽ പടരുന്ന ത്വക്ക് രോഗങ്ങൾ വൃത്തിയില്ലായ്മ കൊണ്ട് ആരാണെന്നൊന്ന് അന്വേഷിക്കുക. ഈ വാദത്തിൻ്റെ പൊള്ളത്തരം നിങ്ങൾക്ക് മനസ്സിലാവും. വ്യക്തിപരമായി വളരെ നിങ്ങൾക്ക് പരിചയമുള്ള ഡോക്ടർമാരോട് ചോദിച്ചാൽ മതി, അവർ തന്നെ ഈ കണക്ക് നിങ്ങളോട് പറഞ്ഞു തരും. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് പോയാൽ, ദിവസവും കുളിക്കുകയും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും നിങ്ങളിലെ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരോട് ഉപദേശിക്കുക. ഇവിടെ വാക്കിൻ്റെ ഘടനയും എല്ലാം മാറുന്നുണ്ട്. നമ്മുടെ എന്നുള്ളത് നിങ്ങളിലേക്ക് അറിയാതെ പരിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞതാണ്. ദിവസവും കുളിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായി അവർ ചെയ്യാത്തൊരു കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പൊതുവേ പലരോടും പരിചയമുള്ളവരോട് ആഴ്ചയിൽ ഒരിക്കലൊക്കെ കുളിയുള്ളൂ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ബോളിവുഡ് സൂപ്പർ താരം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമീർ ഖാൻ. പുള്ളി മാസത്തിൽ ഒരിക്കലൊക്കെ കുളിക്കാറുള്ളൂ, അല്ലെങ്കിൽ കട്ടിലിൽ ഉറുമ്പ് കയറുമ്പോൾ മാത്രമേ കുളിക്കാറുള്ളൂ. സാമൂഹ്യ മാധ്യമങ്ങളിൽ പരിശോധിച്ചാൽ ഇത് അമീർ ഖാൻ്റെ ഈ വൃത്തിയെ സംബന്ധിച്ചുള്ള വീഡിയോകൾ നിരവധി നിങ്ങൾക്ക് ലഭ്യമാണ്. അതൊരു മതാചാരപ്രകാരം പിന്തുടരുന്നൊരു കാര്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നഖം വെട്ടും, ഈ ഗുഹ്യരോമങ്ങൾ വടിച്ചു കളയും, അതവർ ചെയ്യാറുണ്ട്. പക്ഷേ അത് ശുചിത്വത്തിനേക്കാൾ ഒരു ആചാരപരമായിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ആ ഭാഗം ചൂടുവെള്ളവും വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നതിൽ ഏത് മതക്കാരാണ് കൂടുതൽ മുൻപിലെന്നുള്ളത് ഡോക്ടർമാരോട് ചോദിച്ച് തന്നെ നിങ്ങൾ ഉറപ്പുവരുത്തുക. അത് ഈ വൃത്തിയായ വസ്ത്രധാരണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. മലദ്വാർ ഗോൾഡ് കൊണ്ട് വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിലോ സുഗന്ധദ്രവ്യങ്ങൾ പൂശുന്നതിലോ വൃത്തി കടന്നു വരുന്നില്ല. അതിൽ ആഡംബരവും മലദ്വാർ ഗോൾഡിൻ്റെ പണവുമേ കടന്നു വരുന്നുള്ളൂ. ഇനി മൂന്നാമത്തത്, ലവ് ജിഹാദിൽ പെടുന്ന ഭൂരിഭാഗം പേരും ജാതി, അയിത്തം, ചൊവ്വാദോഷം, ജാതക പ്രശ്നം മുതലായവ കാരണം തനിക്ക് ഭാവിയിൽ കല്യാണം കഴിക്കാൻ സാധിക്കില്ല എന്ന് ഭയപ്പെടുന്ന പെൺകുട്ടികളാണ്. നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട, വീണ്ടും നമ്മുടെ വിട്ടുപോയി, പ്രിയൻ ആർ വിജയൻ യഥാർത്ഥത്തിൽ ഷംസുദ്ദീനായി മാറി. അവിടെ നിങ്ങളുടെ സമുദായത്തിൽ ഇത്തരം അപരിഷ്കൃത ആചാരങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തുക. ഈ ഒരു കാര്യത്തിൽ ചൊവ്വാദോഷവും അയിത്തവും ഇപ്പോഴും ആരെങ്കിലും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ഉപദേശം സ്വീകരിക്കുക. പൊതുവെ നിയമപരമായി തന്നെ ഈ അയിത്തമെന്നുള്ള ആചാരം ഭാരതത്തിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. തന്നെയുമല്ല, സാമൂഹികമായും സാമ്പത്തികമായും ഒരേ തരത്തിൽ നിലകൊള്ളുന്ന അംബാനിമാർ മാത്രമല്ല, താഴേക്കിടയിലുള്ളവരാണെങ്കിലും മധ്യവർത്തികളാണെങ്കിലും അവരുടെ അതേ ഒരു സാമൂഹിക നിലവാരത്തിലുള്ള ആളുകളുമായി ബന്ധം പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്നതിനും അപ്പുറം ഇപ്പോഴത്തെ സമൂഹത്തിൽ അയിത്തം എന്നുള്ളത് ഒരു കാടത്തമായി തന്നെയാണ് ഹൈന്ദവ സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും കാണുന്നത്. ഞാനിപ്പോൾ ഹിന്ദുക്കളുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, പ്രത്യേകിച്ച് ജിഹാദി ഇതിനെക്കുറിച്ച് ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ച് പറഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ പ്രസക്തി ഒന്നുമില്ല. അടുത്ത പോയിൻ്റ്, കൂലിപ്പണി കഴിഞ്ഞ് കിട്ടുന്ന തുകയുടെ ഭൂരിഭാഗവും ബിവറേജിൻ്റെ മുൻപിൽ ക്യൂ നിന്ന് കള്ളും കുടിച്ച് സമനില തെറ്റി വീട്ടിലെത്തുന്ന യുവാക്കൾക്ക് തൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഒരു പെൺകുട്ടിയും, ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൽ അക്ഷരത്തെറ്റിന് എന്നെ കുറ്റം പറയരുത്, ഇതാണ് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഘടന. കൂലിപ്പണി കഴിഞ്ഞ് കിട്ടുന്ന തുകയുടെ ഭൂരിഭാഗവും ബിവറേജസിൻ്റെ മുമ്പിൽ ക്യൂ നിന്ന് കള്ളും കുടിച്ച് സമനില തെറ്റി വീട്ടിലെത്തുന്ന യുവാക്കൾക്ക് തൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഒരു പെൺകുട്ടിയും ഇന്നത്തെ കാലത്ത് തയ്യാറല്ല. യുവാവിനൊപ്പം അല്ലെങ്കിൽ യുവാവിൻ്റെ കൂടെ വിവാഹിതയായി അല്ലെങ്കിൽ യുവാവിനോട് വിവാഹിതയായി ജീവിതം നശിപ്പിക്കാൻ തയ്യാറല്ല എന്നാണ് സുറാപ്പി ഉദ്ദേശിച്ചത്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സമുദായത്തിലുള്ള യുവാക്കളോട് കള്ളുകൂടി കുറയ്ക്കുവാൻ ഉപദേശിക്കുക. അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ സമുദായമായി വീണ്ടും ഈ കള്ളുകൂടിയുടെ കാര്യത്തിലും മദ്യപാനം നമ്മുടെ സമൂഹത്തിനൊരു പൊതുവിപത്ത് തന്നെയാണ്. മുസ്ലിം യുവാക്കളിൽ പലരും മദ്യപിക്കാറില്ല, മദ്യം ഹറാമാണ് എന്ന് പറഞ്ഞതുകൊണ്ട്. പക്ഷേ അവരിൽ പലരും MDMAയും കൂടിയ രാസലഹരികളുമാണ് ഉപയോഗിക്കുന്നതും വിപണനം ചെയ്യുന്നതും. മദ്യം കുറയ്ക്കുവാൻ നമ്മുടെ സമുദായത്തോട് ഉപദേശിക്കുക എന്നുള്ള ഈ സുഡാപ്പിയുടെ ഉപദേശം പറയുന്നത് ജിഹാദിയാണെങ്കിലും
നമുക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ നാം സ്വീകരിക്കണം. ഒപ്പം അതിൻ്റെയോടൊപ്പം പറയുക, ഇവന്മാർ മറുവശത്ത് നിൽക്കുന്ന ഈ ജിഹാദികൾ രാസലഹരിക്ക് അടിമപ്പെട്ടിട്ടാണ് ഈ സാവരിയെപ്പോലുള്ള പെൺകുട്ടികളെ തല്ലിക്കൊല്ലുന്നതും ഒക്കെ ചെയ്യുന്നത്. കാരണം അത് ഹറാമാണെന്ന് മതഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടില്ല. അന്ന് MDMA കണ്ടുപിടിച്ചിട്ടില്ല. ഈ മദ്യം അടിച്ചുകൊണ്ട് ഇവരുടെ വലിയ ഉസ്താദിനെ ആരൊക്കെയോ തെറി പറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം ഇത് ഹറാമാക്കിയത് എന്നൊരു ഉപകഥ പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ ആരിഫ് ഹുസൈനെ പോലുള്ളവർ പറയട്ടെ, ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. സ്വന്തം കുടുംബത്തിലെ അടുത്ത പോയിന്റിലേക്ക് നീങ്ങുകയാണ്. സ്വന്തം കുടുംബത്തിലെ ജ്യേഷ്ഠാനുജന്മാർ പോലും വലിയ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വന്നാൽ പോലും ഇങ്ങനെയാണ് അതിൻ്റെ വാക്യഘടന. എന്നെ തെറ്റിദ്ധരിക്കരുത്, എന്നെ ഒന്നും പറയരുത്. കാരണം അടിസ്ഥാനപരമായിട്ട് മലയാളം നേരെ ചൊവ്വേ എഴുതാൻ അറിയില്ല. അറബിയിലായിരുന്നെങ്കിൽ തകർത്തേനെ എന്നുള്ള മട്ടിലാണ് ഈ പോസ്റ്റ് മുന്നോട്ട് പോകുന്നത്. സ്വന്തം കുടുംബത്തിലെ ജ്യേഷ്ഠാനുജന്മാർ പോലും വലിയ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വന്നാൽ പോലും പരസ്പരം സഹായിക്കാതെ ഒരു മനുഷ്യപ്പറ്റില്ലാത്ത സംവിധാനമാണ് നിങ്ങളുടേത്. അത് ശ്രദ്ധിക്കുക. അവിടെ വരുമ്പോൾ ഈ പറയുന്നത് പോലെ അമ്പി മാറി അന്യനാവുന്നുണ്ട്. പ്രിയൻ ആർ വിജയൻ ജിഹാദി ആകുന്നുണ്ട്, ഷംസുദ്ദീൻ ആകുന്നുണ്ട്. കാരണം സ്വന്തം കുടുംബത്തെ നോക്കാൻ പോലും മാനസികമായി തയ്യാറല്ലാത്തവരെ പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല. ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാ സമുദായത്തിലുമുണ്ട്. ഇനി സമുദായപരമായി തന്നെ ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് വരെ കുറച്ചൊരു നീണ്ട കാലം ഒരു പ്രമുഖ, അതായത് 400 വർഷങ്ങളുടെ പാരമ്പര്യമുള്ളൊരു ആയുർവേദ ആശുപത്രിയുടെ പൂർണ്ണ ചുമതല വഹിച്ചിരുന്നു ഞാൻ. അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അക്കാലത്ത് ഒരു സാമൂഹിക പ്രതിബദ്ധത എന്നുള്ള രീതിയിൽ പലപ്പോഴും നിസ്സഹായരായ രോഗികളെ സൗജന്യമായി ചികിത്സിക്കുന്നൊരു പദ്ധതി അവിടെ ഉണ്ടായിരുന്നു. ആ പദ്ധതിയിൽ പാലിയേറ്റീവ് കെയറുകാർ നിരവധി ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒരു 10 പേർ വരുമെങ്കിൽ 7 പേർ വന്നിരുന്നത് മലപ്പുറം, കോഴിക്കോട് ഭാഗത്ത് നിന്നായിരുന്നു. ആ 7 പേരിൽ ഒരു 5 പേരെങ്കിലും വയസ്സായ മുസ്ലിം സ്ത്രീകളായിരുന്നു. ഉണങ്ങാത്ത വ്രണങ്ങൾ കാലിലൊക്കെയായി സൗജന്യമായി ചികിത്സിച്ച് ഭേദപ്പെടുത്തി വിടുവാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം വീഡിയോകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതിനുമപ്പുറത്തേക്ക് അവരിൽ നിന്ന്, അവരോടുള്ള സംസാരങ്ങളിൽ നിന്നും അവരോട് ഇടപഴകിയതിൽ നിന്നും എനിക്ക് മനസ്സിലായൊരു കാര്യം, 3ഉം 4ഉം കെട്ടുന്ന മുസ്ലിങ്ങളുടെ ഇടയിൽ ആരോഗ്യം നശിക്കുന്ന കാലത്ത് പുറത്താക്കപ്പെടുന്ന, തഴയപ്പെടുന്ന ഭാര്യമാരും അമ്മമാരുമാണിതെല്ലാം, ഉമ്മമാരുമാണിതെല്ലാം. ഏറ്റവും കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ തഴയപ്പെടുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. പിന്നീട് ആ പോസ്റ്റിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഇത്തരത്തിലുള്ളൊരു സംഘടിതമായൊരു വ്യവസ്ഥ വേണം. അതിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ സംഘടിതമായൊരു വ്യവസ്ഥയുണ്ട്. എന്തിനാണെന്നറിയാമോ? ഇവരെ സംരക്ഷിക്കാനല്ല, കുട്ടികളെ യതീംഖാനകളിലേക്ക് വിടും, അനാഥാശ്രയങ്ങളിലേക്ക്. ഇത്തരത്തിൽ പുറന്തള്ളപ്പെടുന്ന ഉമ്മമാരുടെ കഥകൾ ഒരു മാധ്യമത്തിലും വരാതിരിക്കുവാനുള്ള ഒരാസൂത്രിതമായ തടസ്സം സൃഷ്ടിക്കുവാനായി അവർ സംഘടിതമായി തന്നെ പ്രവർത്തിക്കും. ഇനി 7ാമത്തെ പോയിന്റിലേക്ക് പോകാം. സത്യസന്ധമായ കാര്യമാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് പരിചയമുള്ള മലപ്പുറത്തോ കോഴിക്കോടോ ഉള്ള ആളുകളോട് ചോദിച്ചു നോക്കുക. അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ ഒരു വീക്കെൻഡിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും മലപ്പുറം ഭാഗത്തുനിന്ന് കറങ്ങി നോക്കുക, ഉൾഭാഗങ്ങളിലേക്ക് കറങ്ങി നോക്കുക. സ്വന്തം സുരക്ഷയ്ക്ക് നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി. കാരണം അത്തരത്തിൽ ഈ പ്രദേശങ്ങളിൽ പരിചയമില്ലാത്തവർ കറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജിഹാദികൾ, സദാചാര പോലീസും മറ്റു പല പോലീസും, താലിബാനി പോലീസും മുത്തുവയൊക്കെ കളിക്കാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ഓർത്ത് വെച്ചുകൊള്ളുക. പക്ഷേ ഇത്തരം നിരവധി ഉമ്മമാരെയും സ്ത്രീകളെയും നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കും. അടുത്ത പോയിന്റിലേക്ക് പോയി. ഞാൻ 5 എന്നാണ് പറഞ്ഞത്, ഇതിൽ 7 പോയിൻ്റുണ്ട്, ക്ഷമിക്കണം. 2 പോയിൻ്റുകൾ കൂടുതലാണ്. നമുക്ക് മറുപടി കൊടുക്കാൻ അത്രയും ചോദ്യങ്ങൾ ബാക്കിയായാലും എല്ലാത്തിനും കൂടി ഒരേ വേദിയിൽ തന്നെ മറുപടി കൊടുക്കുവാൻ സാധിക്കുക എന്നുള്ളത് നല്ല കാര്യമല്ലേ. അതുകൊണ്ട് അവസാന പോയിന്റിലേക്ക്, സങ്കീർണമായ ജാതി വ്യവസ്ഥകൾ കാരണം താഴ്ന്ന ജാതിക്കാരായ കുട്ടികൾക്ക് തങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഉയർന്ന ജാതിക്കാർ തെരുവ് പട്ടികളെപ്പോലെ കാണുന്നതിനാൽ പെൺകുട്ടികൾ എല്ലാവരും തുല്യമായി പരിഗണിക്കുന്ന സംവിധാനങ്ങളെ ഇഷ്ടപ്പെടുന്നു. തുല്യമായി പരിഗണിക്കുന്ന സംവിധാനമെന്ന് ഇവിടെ ആ ജിഹാദി ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിനെയാണ്. അത്രയും പറഞ്ഞിട്ട് അവസാനം ഒരു ആശംസയും, ലവ് ജിഹാദ് സംഭവിക്കാത്തൊരു നല്ല കാലം ആശംസിക്കുന്നു. ഇത്രയുമാണ് പോസ്റ്റ്. ഇനി അവസാനത്തെ വിഷയമൊന്ന് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ തുല്യത എന്നുള്ള ജാതി വ്യവസ്ഥ എന്നുള്ളത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സനാതനധർമ്മത്തിൽ കടന്നുകൂടിയ വർണ്ണവ്യവസ്ഥയല്ല ഞാൻ പറയുന്നത്. കർമ്മത്തിനനുസരിച്ച് അവനവൻ്റെ വർണ്ണം തീരുമാനിക്കപ്പെടുന്ന വ്യവസ്ഥയല്ല പറയുന്നത്, ജാതി വ്യവസ്ഥ. ഇന്ന് റിസർവേഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുവാൻ ഒരു വിഭാഗത്തെ സഹായിക്കുന്ന ജാതി വ്യവസ്ഥ, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, അതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള ദുഷ്കർമ്മങ്ങൾ, ഇതെല്ലാം ചരിത്രപരമായ വസ്തുത തന്നെയാണ്. പക്ഷേ
ഹൈന്ദവ ധർമ്മത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ മതങ്ങളിലും ഉള്ളതുപോലെ ഒരു ഇരുണ്ട കാലഘട്ടം ഹൈന്ദവ മതത്തിനുമുണ്ടായിരുന്നു, ഹിന്ദു മതത്തിനുമുണ്ടായിരുന്നു. പക്ഷേ ഹിന്ദു മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ യുഗപ്രഭാവന്മാർ ഉയർന്നു വന്ന്, അത് ചട്ടമ്പി സ്വാമികളാവട്ടെ, ശ്രീനാരായണ ഗുരുദേവനാകട്ടെ, മഹാത്മാ അയ്യങ്കാളിയാകട്ടെ, അത്തരത്തിലുള്ള യുഗപ്രഭാവന്മാർ ഉയർന്നു വന്ന്, ഇനിയും മുന്നോട്ട് പോയാൽ സ്വാമി വിവേകാനന്ദനാവട്ടെ, ആദിശങ്കരനാവട്ടെ, ഇവരെല്ലാം ഉയർന്നു വന്ന് ആ മതത്തെ പരിഷ്കരിച്ചിട്ടുണ്ട് യഥാസമയം. അല്ലാതെ വള്ളി പുള്ളി കുത്തുകോമ ഇതെല്ലാം ഞങ്ങളുടെ വലിയ ഉസ്താദ് പറഞ്ഞതുപോലെ 6 വയസ്സുകാരി നിക്കാഹ് കഴിക്കാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾ ഇന്നും തുടരുന്നു എന്നുള്ള രീതിയിലുള്ളൊരു വ്യവസ്ഥയല്ല ഹിന്ദു മതം, സനാതനധർമ്മം. അത് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾക്ക് വിധേയമാണ്. മാറ്റമില്ലാത്തത് ധർമ്മം എന്ന അടിസ്ഥാന ശിലയ്ക്ക് മാത്രമാണ്. ധർമ്മത്തിൻ്റെ വ്യവസ്ഥകൾ പോലും മാറും. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ബഹുഭാര്യത്വം ശ്രീകൃഷ്ണൻ പിന്തുടർന്നിരുന്നു. 8 ഭാര്യമാരുണ്ടായിരുന്നു. 1008 കഥകളൊക്കെ നമുക്ക് നമ്മുടെ നമോനമഹയിൽ തന്നെ പറയാം. മറ്റൊരവസരത്തിൽ വിശദമായി തന്നെ മറ്റൊരു വിഷയമായി തന്നെ അവതരിപ്പിക്കാം. ശ്രീകൃഷ്ണൻ ബഹുഭാര്യത്വം പിന്തുടർന്നിരുന്നു. ഈ വള്ളിപുള്ളു കുത്തുകോമ മാറാതെ പിന്തുടരുന്ന ഒരു മതമായിരുന്നെങ്കിൽ ശ്രീരാമൻ്റെ ഏകപത്നി വ്രതം ശ്രീകൃഷ്ണനും പിന്തുടരേണ്ടി വന്നേനെ. ആണല്ലോ. ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠനായ ബലരാമൻ ഏകപത്നി വ്രതക്കാരനായിരുന്നു. യുധിഷ്ഠിരൻ ഏകപത്നി വ്രതക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുജന്മാർക്കെല്ലാം വിവിധ ഭാര്യമാരുണ്ടായിരുന്നു. പാഞ്ചാലിയുടെ കാര്യത്തിൽ പറഞ്ഞാൽ പാഞ്ചാലി 5 പേർക്കും പത്നിയായിരുന്നു. അത്തരത്തിലുള്ള ധർമ്മങ്ങളും സദാചാരത്തിൻ്റെ നിഷ്കർഷകളും ഇതൊക്കെ കേൾക്കുമ്പോൾ 5 പേര് ഒരു സ്ത്രീക്ക് പുരുഷനോ അല്ലെങ്കിൽ ഭർത്താവോ എന്നുള്ള രീതിയിൽ പരിഹസിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ലിബറലുകളുടെ അടുത്ത് ചോദിച്ചാൽ അന്നത്തെ കാലത്തെ ലിബറലിസം നടപ്പാക്കിയത് ഇങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ അത് ഈ പുറത്തിറങ്ങി അഴിഞ്ഞാടിയിട്ടുള്ളൊരു ലിബറലിസം അല്ലായിരുന്നു. കൃത്യമായ നിഷ്കർഷയോടുകൂടി ദൈവേച്ഛ അനുസരിച്ചുള്ള ഒരു തീരുമാനമായിരുന്നു. പാഞ്ചാലിയുടെ കാര്യവും വിശദമായി വേണമെങ്കിൽ പുരാണങ്ങൾ ചർച്ച ചെയ്യുന്ന അവസരത്തിലാകാം. അതുകൊണ്ട് തന്നെ കാലാനുസൃതമായ പരിഷ്കാരങ്ങൾക്ക് വിധേയമായിട്ടുള്ള അതാത് കാലഘട്ടത്തിൽ ആ മതത്തിനുള്ളിൽ നിന്ന് തന്നെ ആൾക്കാർ പരിഷ്കൃതമാക്കിയൊരു മതമാണ് ഹിന്ദുമതം. അതുകൊണ്ട് തന്നെയാണ് സനാതനധർമ്മമെന്ന് അതിനെ വിളിക്കുന്നത്. നിത്യവും നിലനിൽക്കുന്ന ഒരു ധർമ്മമാണ്. ഇനി ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, 6 വയസ്സുകാരിയുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് വരെ തീരുമാനമായിട്ടില്ല. ഇനി അല്പക്കൂടി മുന്നോട്ട് വന്നാൽ ഇത് എല്ലാവരെയും തുല്യരായി കാണുന്ന ഒരു മതമാണെന്ന് പറഞ്ഞല്ലോ. 38ഓളം ജാതി വ്യവസ്ഥകൾ ഇസ്ലാമിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് സമീപകാലത്ത് മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു വിധിയിൽ തന്നെ പറയുന്നുണ്ട്. റാവുത്തർ, ഗീവുത്തർ, ഒസാൻ, കിസാൻ എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം അടിസ്ഥാനപരമായിട്ട് ഈ പോസ്റ്റ് എഴുതിയ സുഡാപ്പിക്ക് സയ്യദ് കുടുംബത്തിൽ പോയി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുവാൻ സാധിക്കുമോ? സയ്യദ് കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ പാണക്കാട് തങ്ങന്മാരുടെ കുടുംബമാണ്. ഏതെങ്കിലും ഒരു ഒസാന് അവിടുത്തെ നിന്ന് പെണ്ണ് കൊടുക്കുമോ? എന്നിട്ട് നമ്മുടെ നാട്ടിലെ ഗ്ലോറിഫൈഡ് സൂപ്പർ മാർക്കറ്റ് മുതലാളിയുടെ വീട്ടിൽ ഇനിയൊരു പെൺകുട്ടി ബാക്കിയുണ്ടെങ്കിൽ ഈ ജിഹാദിക്ക് കെട്ടിച്ചു കൊടുക്കുമോ? ഇല്ല. പോട്ടെ, ഈ ജിഹാദിക്ക് സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി ആവാൻ സാധിക്കുമോ? ഇല്ല. അത്തരത്തിലുള്ള തരംതിരിവുകൾ എല്ലാ മതങ്ങളിലുമുണ്ട്. ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ആ തരംതിരിവുകൾ രൂഢമൂലമായി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. അനാദികാലം വരെ ആചന്ദ്രതാരം തുടരേണ്ടതുമാണ്. കാരണം വള്ളി പുള്ളി കുത്തുകോമ മാറ്റുവാൻ സാധിക്കില്ല. സ്ത്രീകളുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും സ്ത്രീകൾ തെറ്റിദ്ധാരണയിൽ പെട്ടുപോകാറുണ്ട്. എല്ലാവരെയും സമത്വത്തോടു കൂടി കാണുന്നൊരു മതമാണെന്ന്. കാരണം ഇവർ പറഞ്ഞു പഠിപ്പിക്കുന്ന കള്ളങ്ങളെ ഈ പാവപ്പെട്ട നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കാറുള്ളൂ. അവർക്ക് നാം ഇവരുടെ മതത്തിൻ്റെ കുഴപ്പങ്ങൾ സാധാരണ പറഞ്ഞു കൊടുക്കാറില്ല. ഇനി മുതൽ അത് ചെയ്യണമെന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് 2 സ്ത്രീകൾ ചേർന്നാലേ ഒരു പുരുഷന് തുല്യമാകുകയുള്ളൂ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ. സ്ത്രീകളെന്നുള്ളത് പുരുഷൻ്റെ കൃഷിയിടങ്ങളാണ്. ഏറ്റവും റിഗ്രസീവായിട്ടുള്ള, ഏറ്റവും പിന്തിരിപ്പനായിട്ടുള്ളൊരു ചിന്താധാര എന്ന് പറയുന്നത് ഇതാണ്. അടിസ്ഥാനപരമായിട്ട് 2 സ്ത്രീകൾ ചേർന്നാലേ ഒരു പുരുഷന് തുല്യമാവുകയുള്ളൂ. സ്ത്രീകളുടെ ബുദ്ധി അത്രയേ ഉള്ളൂ. നരകത്തിൽ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്നത് സ്ത്രീകളാണ്. ലിപ്സ്റ്റിക് ഇട്ടാൽ ചുണ്ട് ചുമപ്പിക്കുന്നവൾ വേശ്യയാണ്, ജോലിക്ക് പോകുന്നവൾ വേശ്യയാണ്. ഇത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് നടക്കുന്ന മതത്തിനെയാണ് ഇവർ പൊക്കിക്കൊണ്ടുവന്ന് ലവ് ജിഹാദിൻ്റെ കാരണമായി പറയുന്നത്. ഈ പോസ്റ്റ് ഇപ്പോൾ പ്രത്യക്ഷപ്പെടുവാനുള്ള കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാലാകാലങ്ങളായി അവർ ന്യായങ്ങളായും പരിഹാസമായും പലയിടങ്ങളിലും ഉയർത്തുന്നതാണ്. ഇത് ക്രോഡീകരിച്ചിപ്പോൾ ഒരു പോസ്റ്റായി പുറത്തു വന്നിരിക്കുന്നതിൻ്റെ കാര്യം ഉസ്ബെക്കിസ്ഥാനിലെ സാവരിയുടെ കൊലപാതകമാണ് ഒരു ജിഹാദിയുടെ കയ്യാൽ. ഇനി ഒരു ചോദ്യത്തിനും കൂടി ഉത്തരം പറഞ്ഞ് ഇന്നത്തെ ഓട്ടപ്രദക്ഷിണം നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ലവ് ജിഹാദിൽ ഇത്രയുമധികം മുസ്ലിം പയ്യന്മാരുടെ കൂടെ ഇത്രയും വാർത്തകളും ഇത്രയും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിട്ടും
പെൺകുട്ടികൾ പോകുന്നതെന്ത്, ഹിന്ദു പയ്യന്മാർക്ക് പെൺകുട്ടികളെ കിട്ടാത്തതെന്ത്, മറ്റു മതത്തിൽപ്പെട്ട പെൺകുട്ടികൾ ഹിന്ദു പയ്യന്മാരെ അന്വേഷിച്ച് വരാത്തത്, അന്വേഷിച്ച് വരുന്ന സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിൻ്റെ എണ്ണം കുറഞ്ഞതായി നമുക്ക് തോന്നുവാനുള്ള കാരണം താരതമ്യം ചെയ്യുമ്പോൾ ഹിന്ദു പെൺകുട്ടികൾ അങ്ങോട്ട് പോകുന്നതും മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങോട്ട് വരുന്നതും താരതമ്യം ചെയ്യുമ്പോൾ എണ്ണം കുറഞ്ഞതായി നമുക്ക് തോന്നുവാനുള്ള കാരണം, അല്ലെങ്കിൽ അവരങ്ങനെ അവതരിപ്പിക്കുവാനുള്ള കാരണം രണ്ടാണ്. അതിലൊന്നാമത്തേത്, ഹിന്ദു പയ്യന്മാരുടെ കൂടെ ഇറങ്ങി വരുന്ന പെൺകുട്ടികൾ നേപ്പാളിലോ മറ്റേതെങ്കിലും ബാലിയിലോ ലവ് കുരുക്ഷേത്ര ചെയ്യുവാനായി, ഭീകരവാദ സംഘത്തിൽ ചേരുവാനായി കടത്തപ്പെടാറില്ല, മനുഷ്യമാംസ കച്ചവടം ചെയ്യിപ്പിക്കപ്പെടാറില്ല. അവിടെയും എക്സെപ്ഷൻസ് കാണും. ഞാൻ പറഞ്ഞല്ലോ, അത്തരത്തിലുള്ള ഏതെങ്കിലും വൃത്തികെട്ടവന്മാരുടെ കൂടെയാണ് ഇറങ്ങി വരുന്നതെങ്കിൽ അതൊരു എക്സെപ്ഷൻ ആയിട്ട് കാണണം, റൂളല്ല. സാധാരണ പെൺകുട്ടികൾ അത്തരത്തിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ സമാധാനമായി അവൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ്. ഉദാഹരണങ്ങൾ പലതും തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. തിരുവനന്തപുരത്തെ ഒരു വലിയ വ്യവസായിയുടെ മകൻ വിവാഹം ചെയ്തിരിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. പെട്രോൾ പമ്പ് ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങൾ, പെട്രോൾ പമ്പും സൂപ്പർ മാർക്കറ്റും നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്കുടമയാണ് ആ ചെറുപ്പക്കാരൻ. സന്തോഷമായി അവർ ജീവിക്കുന്നു. സാധാരണക്കാരായിട്ടുള്ള ഹിന്ദു യുവാക്കളുടെ കൂടെ ഇറങ്ങി വന്ന് സമാധാനമായി ജീവിക്കുന്ന മുസ്ലിം യുവതികളെ ഒരുപാട് എനിക്കറിയാം. ഇനി മറുവശത്ത് നമ്മൾ കാണുന്നതെല്ലാം ഈ സാവരിയെ പോലുള്ള പെൺകുട്ടികളുടെ വാർത്തകളാണ്. അല്ലെങ്കിൽ സാവരിയ ഒരിക്കലും ലവ് ജിഹാദിന് വിധേയയായിരുന്നില്ല. ആ മ്ലേച്ഛനെ എതിർത്തത് കൊണ്ടാണ് ആ കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. സൗഹൃദത്തിൽ ഒരുപക്ഷെ ഇടപെട്ടിരിക്കാം, അല്ലെങ്കിൽ സൗഹൃദമായി ഈ ജിഹാദിയോട് ഇടപെട്ടിരിക്കാം. അതുമാത്രമായിരിക്കാം ആ പെൺകുട്ടിക്ക് സംഭവിച്ച ഏക കുറ്റം അല്ലെങ്കിൽ തെറ്റ്. നമ്മൾ കേൾക്കുന്നതെല്ലാം അഖിലാഹാദിയമാരുടെയും നിമിഷ ഫാത്തിമമാരുടെയും കഥകളാണ്. സിറിയയിൽ പോയി ജിഹാദികളുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിക്കപ്പെട്ട പെൺകുട്ടികളുടെ, ഗനീമത്തുകളുടെ, അടിമകളുടെ, കാഫിറുകളുടെ, നജസ്, മലത്തിന് സമമായി കാണപ്പെടുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ അവസ്ഥയാണ്, ആത്യന്തികമായൊരവസ്ഥയാണ് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ താരതമ്യത്തിലും വലിയ വിഷമമൊന്നും നിങ്ങൾക്ക് തോന്നേണ്ട കാര്യമില്ല. പക്ഷേ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ പെൺകുട്ടികളെ റീലുകളിലൂടെയും ഇതൊരു ട്രെൻഡാണ്, ഈ ജിഹാദികളെ പ്രേമിക്കുന്നതൊരു ട്രെൻഡാണ് എന്ന് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അവരുടെ സുഹൃത്തുക്കളായ മുസ്ലിം പെൺകുട്ടികളിലൂടെയും അവരുടെ മനസ്സിൽ അത്തരത്തിലൊരു ചിന്ത കടത്തിവിട്ട് ഇത്തരത്തിലുള്ള കെണികളിലേക്ക് കൊണ്ടുപോകുവാനുള്ള വലിയൊരു സംഘം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലും ഈ സാദറുൽ അനം എന്ന ജിഹാദി, സാവരിയ ബസന്തിനെ കൊലപ്പെടുത്തിയ ആ ജിഹാദിയുടെ പിന്നിലും ഇത്തരത്തിലുള്ള വലിയൊരു മതം മാറ്റ ഭീകരവാദ സംഘമുണ്ടെന്നുള്ള കാര്യം സംശയിക്കപ്പെടുന്നുണ്ട്. കേന്ദ്ര ഏജൻസികൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ ആസൂത്രിതമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഇത്തരത്തിലൊരു ഭീകരവാദ സംഘടന ഒരുപക്ഷെ സാധാരണഗതിയിൽ എന്നെയോ നിങ്ങളെയോ അല്ലെങ്കിൽ നമ്മുടെ പിൻതലമുറയോ പ്രേമിക്കുന്ന പെൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളെ വലയിലാക്കിയേക്കാം. അതിൽ താരതമ്യം നടത്തി ഈഗോ ഹർട്ടായി അവരെ തെറി വിളിക്കുവാൻ നിങ്ങൾ പോകാതിരിക്കുക. അതുതന്നെയാണ് ഇവരുടെ ഉദ്ദേശം. ഇത്തരത്തിലുള്ള പോസ്റ്റുകളുടെ ഉദ്ദേശം ഈ സാവരിയ ബസന്തിൻ്റെ വിഷയം വഴിതിരിച്ചു വിട്ട് ഒരു തെറിവിളിയിലുമൊക്കെയായി അതിനെയും ഒരു സാധാരണ സംഭവം പോലെ കടത്തിവിടുക എന്നുള്ളത് മാത്രമാണ് എന്ന വസ്തുത തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ ശക്തമായി ഈ വിഷയത്തിന് അവർ പറയുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കുറുക്കിക്കൊള്ളുന്ന തരത്തിൽ പറയുക. എനിക്കറിയാവുന്ന വിവരങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ശരിയാണെന്ന് തോന്നിയാൽ ഉൾക്കൊള്ളുക. ഞാനൊരു നിമിഷം ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ കടമെടുത്തിരിക്കുകയാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നും എൻ്റെ ബോധ്യത്തിൽ നിന്നുമുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ബോധ്യമായ കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക, പ്രാവർത്തികമാക്കുക. ഒപ്പം ഇതിനോട് ചേരുന്ന, ഇതിനെ നമുക്കൊന്ന് മിനുക്കിയെടുക്കാവുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തുക, നമ്മളുമായി പങ്കുവയ്ക്കുക. മറ്റുള്ളവർക്കും അത് ഉപകാരപ്രദമായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി തീർച്ചയായും ഷെയർ ചെയ്യുക. അതിലുപരി തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.